ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതെന്തിന്? $2 ബില്യൺ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 200-ലധികം വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ത്? ബംഗ്ലാദേശ് പോലീസും സൈന്യവും വിദ്യാർത്ഥികളെ വേട്ടയാടുന്നുണ്ട്. ചിലയിടങ്ങളിൽ പോലീസ് വാനുകൾ വിദ്യാർത്ഥികളുടെ മുകളിലൂടെ കടന്നുപോവുകയും ചിലയിടങ്ങളിൽ ഹെലികോപ്റ്ററുകൾ യൂണിവേഴ്സിറ്റിയുടെ മേൽക്കൂരയിൽ ഇറങ്ങുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിൽ പ്രതിഷേധിച്ചത്. അവർ ചിലയിടങ്ങളിൽ റാലികളും മറ്റു ചിലയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകളും നടത്തി. അവർ റോഡുകളും ഹൈവേകളും റെയിൽവേ സംവിധാനങ്ങളും തടയാൻ നിർബന്ധിതരായി. വിദ്യാർത്ഥികൾക്കെതിരെ ബംഗ്ലാദേശ് സർക്കാർ പോലീസിനെയും സൈന്യത്തെയും കൊണ്ടുവരുന്ന തരത്തിൽ സ്ഥിതിഗതികളെത്തി. പലയിടത്തും വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയും 200-ലധികം വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാതെ ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇത്രയും ദിവസമായി രാജ്യത്ത് പ്രശ്നം തുടരുന്നതിനാൽ ബംഗ്ലാദേശിന് $2 ബില്യൺ നഷ്ടമുണ്ടായി. ഇത്രയൊക്കെയായിട്ടും എന്തിനാണ് ബംഗ്ലാദേശിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. ബംഗ്ലാദേശ് സിവിൽ സർവീസ് കോട്ട സമ്പ്രദായം പുനഃസ്ഥാപിച്ച ഹൈക്കോടതിയുടെ തീരുമാനത്തോടെയാണ് എല്ലാം ആരംഭിച്ചത്. സമാധാനപരമായ ചില പ്രതിഷേധങ്ങളാണ് തുടക്കത്തിൽ കണ്ടതെങ്കിലും ഈദവധികൾ കാരണം രാജ്യം മുഴുവൻ പ്രതിഷേധങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനുശേഷം വീണ്ടും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങിയതോടെ സംഗതി കൂടുതൽ ഗൗരവകരമായി. കോട്ട സമ്പ്രദായം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് അവർ റോഡ് ഉപരോധിച്ചു. താമസിയാതെ മറ്റു പല സംഭവങ്ങളും ഉണ്ടായി. ബംഗ്ലാദേശിൽ അവാമി ലീഗ് പാർട്ടിയുണ്ട്. ഈ പാർട്ടിക്ക് ഛത്ര ലീഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി വിഭാഗമുണ്ട്. ഛത്ര ലീഗ് പ്രവർത്തകർ പോലീസിന്റെ പിന്തുണയോടെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളുടെ നിരവധി വീടുകൾ ആക്രമിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ രോഷം ഇരട്ടിച്ചു. അതേസമയം പലയിടത്തും സൈന്യം പ്രതിഷേധകർക്കെതിരെ UN വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഐക്യരാഷ്ട്രസഭയും ഇതിൽ പങ്കാളിയാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നി. ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നപ്പോൾ ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയ്ക്ക് മോശമായ ഇമേജ് ഉണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വിശദീകരിക്കാൻ UN ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. ചില വാഹനങ്ങൾ UN മിഷന് വേണ്ടിയാണ് വാടകയ്ക്കെടുത്തതെങ്കിലും അവയിൽ നിന്ന് ലോഗോ നീക്കം ചെയ്തിട്ടില്ലായിരുന്നു എന്നായിരുന്നു മറുപടി. ജൂലൈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിഷയം കൂടുതൽ ഗൗരവമുള്ളതാക്കുന്ന ചില പരാമർശങ്ങൾ നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജോലിയിൽ കോട്ട നൽകിയില്ലെങ്കിൽ റസാഖർക്ക് അതേ കോട്ട നൽകണോ? പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഏറെക്കുറെ വിവാദമായി. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. സ്വാതന്ത്ര്യ സൈനികരെയും റസാഖരെയും കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കിനി മനസ്സിലാക്കാം. 1971 മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അതിന് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ പാകിസ്ഥാനെ വെസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈസ്റ്റും വെസ്റ്റും പാകിസ്ഥാനെ ഇന്ത്യ വിഭജിച്ചു. ഇവ രണ്ടും തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരുന്നു. അതിൽ ഏറ്റവും വലിയ വ്യത്യാസം ഭാഷയിലായിരുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗിന് ഈസ്റ്റ് പാകിസ്ഥാനിൽ, അതായത് ബംഗ്ലാദേശിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതേസമയം വെസ്റ്റ് പാകിസ്ഥാനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് പാകിസ്ഥാനിൽ പട്ടാള നിയമം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ചീഫ് മാർഷൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജനറൽ യാഹ്യ ഖാൻ ആയിരുന്നു പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല. ഈ തെരഞ്ഞെടുപ്പുകളിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗ് വിജയിച്ചു. പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയുടെ ആകെ സീറ്റുകൾ 300 മാത്രമായിരുന്നു. അതിൽ 167 സീറ്റുകൾ ഈസ്റ്റ് പാകിസ്ഥാനിലെ അവാമി ലീഗ് പിടിച്ചെടുത്തു. അതായത് അവാമി ലീഗിന് ദേശീയ തലത്തിൽ സ്വന്തം സർക്കാർ രൂപീകരിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ അക്കാലത്തെ സൈനിക നേതൃത്വം ഇത് ആഗ്രഹിച്ചിരുന്നില്ല. ഇതുമൂലം ഈസ്റ്റ് പാകിസ്ഥാനിൽ സിവിൽ ഡിസൊബീഡിയൻസ് ആരംഭിച്ചു. 1971 മാർച്ച് 7 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയുന്നതിനെക്കുറിച്ച് സൂചന നൽകി. മാർച്ച് 23 ആദ്യത്തെ ബംഗ്ലാദേശ് പതാക ഈസ്റ്റ് പാകിസ്ഥാനിലെ നിരവധി വീടുകൾക്ക് നേരെ അലയടിച്ചു. അതിന്റെ ഫലമായി ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു സൈനിക നടപടി ആരംഭിച്ചു. അതിന്റെ ലക്ഷ്യം വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയുന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ തടയണം. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ഈ യുദ്ധം അടുത്ത 9 മാസക്കാലം തുടർന്നു. അതിൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ ചില സൈനിക യൂണിറ്റുകൾ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തുകയും സ്വാതന്ത്ര്യം നേടുന്നതിനായി അവരുടേതായ പ്രത്യേക സേന രൂപീകരിക്കുകയും ചെയ്തു. ഇതിനെ മുക്തിബാഹിനി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനെ പിന്തുണച്ച സംഘത്തെ റസാഖർമാർ എന്നാണ് വിളിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ അവസാന 2 ആഴ്ചയിൽ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണയും ലഭിച്ചു. ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റിൽ നിന്ന് വേർപെടുത്തി ബംഗ്ലാദേശായി മാറി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സഹായത്തോടെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബംഗ്ലാദേശ് പ്രസിഡന്റായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ് സിവിൽ സർവീസിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് 30% കോട്ട നിലനിർത്തി. എന്നാൽ വിമോചനയുദ്ധത്തിന്റെ 20 വർഷത്തിന് ശേഷം ബംഗ്ലാദേശ് സിവിൽ സർവീസിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മാത്രമല്ല
അവരുടെ കുട്ടികൾക്കും സർക്കാർ ഈ കോട്ട വർദ്ധിപ്പിച്ചത്. തുടർന്ന് 2010 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോട്ട അവരുടെ കൊച്ചുമക്കൾക്കും യോഗ്യമാക്കി. എന്നാൽ ഇതൊക്കെയാണെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇനത്തിൽ 10% മാത്രമേ ഈ കോട്ട ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ. ശേഷിക്കുന്ന കോട്ട പാഴാകുമായിരുന്നു. രാജ്യത്തുടനീളം മെറിറ്റിൽ കഠിനാധ്വാനം ചെയ്ത് സിവിൽ സർവീസ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കോട്ട 44% അതും ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും മെറിറ്റിന്റെ 44% കോട്ടയിൽ പോലും വരാൻ കഴിയുന്നില്ല എന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ മോശമായി തോന്നി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് ഒന്നും ചെയ്യാതെ തന്നെ സർക്കാർ ജോലി എളുപ്പത്തിൽ കിട്ടും. കോട്ട സമ്പ്രദായത്തിനെതിരെ മാർച്ച് 1 ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചുവെങ്കിലും കോടതി അത് തള്ളിയിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായി ഒരു കോട്ട നിലനിർത്താൻ താൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോട്ട സമ്പ്രദായത്തിനെതിരെ വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിച്ചു. ഒന്നുകിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശേഷിക്കുന്ന കോട്ട മെറിറ്റ് കോട്ടയിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോട്ട കുറയ്ക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഷെയ്ഖ് ഹസീന എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ബംഗ്ലാദേശ് സിവിൽ സർവീസിലെ കോട്ട സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തു. പിന്നീടുള്ള കുറച്ചു ദിവസങ്ങൾ നിശബ്ദതയുടേതായിരുന്നുവെങ്കിലും പെട്ടെന്ന് 2024 ജൂൺ 5 ബംഗ്ലാദേശ് ഹൈക്കോടതി ഷെയ്ഖ് ഹസീനയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവ് റദ്ദാക്കുകയും കോട്ട സമ്പ്രദായം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും പ്രതിഷേധം ആരംഭിച്ചു. സ്ഥിതിഗതികൾ പരിധിക്കപ്പുറം വഷളായപ്പോൾ ജൂലൈ 1 കോട്ട സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ബംഗ്ലാദേശ് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ക്രമത്തിൽ മെറിറ്റിന് 93% കോട്ട നൽകാൻ ഉത്തരവിട്ടു. അത് നേരത്തെ 44% എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോട്ട 30%-ൽ നിന്ന് 5% കുറച്ചു. 1% മൈനോറിറ്റിക്കും 1% തൊഴിലാളികൾക്കും നിശ്ചയിച്ചു. ഈ ഉത്തരവിന് ശേഷം അറസ്റ്റിലായ സഖാക്കളെ വിട്ടയക്കണമെന്നും വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട പ്രദേശങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ രാജിവെക്കണമെന്നുമുള്ള വ്യവസ്ഥയിൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചുള്ളൂ. ഇത്രയും നടന്നതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധക്കാരുടെ വലിയൊരു ജനക്കൂട്ടം കർഫ്യൂ ലംഘിച്ച് തലസ്ഥാനത്തെ തെരുവുകളിൽ മാർച്ച് ചെയ്യുകയും പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെച്ച് തലസ്ഥാനം വിട്ട് പലായനം ചെയ്തു. ബംഗ്ലാദേശിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? ഈ സാഹചര്യത്തെപ്പറ്റി എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.